APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing University on the Model Question Paper discussion video ആണിത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. A line CD of length 65 mm is inclined at 45 degree to HP and 30 degree to VP. The end D is 50 mm above HP and 45 mm in front of VP. Draw the projections of the line and locate its traces. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് ഇവിടെ ഡി ഡാഷിൻ്റെ പൊസിഷനാണ് തന്നിരിക്കുന്നത്, സി ഡാഷിൻ്റെ അല്ല. അപ്പോൾ അത് ഡി ഡാഷ് ഫിക്സ് ചെയ്തിട്ട് സി ഡാഷ് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ കാണണം. ഇനി അതല്ല ഡി ഫിക്സ് ചെയ്തിട്ട് സി മുകളിലോട്ടേക്ക് എടുത്ത് ചെയ്താലും ആൻസർ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് സ്പേസ് കിട്ടുമെന്നുള്ളൊരു കാര്യം സംശയമാണ്. അപ്പോൾ ഞാനിവിടെ ഡി ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതായത് ഡി മുകളിൽ വരുന്ന രീതിയിൽ, സി താഴെ എക്സ് ലൈൻ നിയറായി വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്താലും ആ മാർക്ക് കൊടുക്കണം. കാരണം സി ബിലോ ആണ് അല്ലെങ്കിൽ സി നിയറർ ടു HP ദാൻ ഡി ഇതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 65 mm വിച്ച് ഈസ് ഈക്വൽ ടു C dash D1 dash which is equal to C D2. പിന്നെ inclination with HP and inclination with VP 45 degree and 30 degree തന്നിട്ടുണ്ട്. The end D is 50 mm above HP and 45 mm in front of VP. D dash 50 mm മുകളിൽ, D 45 mm താഴെ. ഇത്രയും ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡി ഡാഷ് ഡി അത് നമുക്ക് താഴെ എടുത്തിട്ട് 30 ഡിഗ്രിയും 45 ഡിഗ്രിയൊക്കെ മുകളിലോട്ടേക്ക് സി എടുത്തിട്ട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ മാർക്ക് ഫുൾ കൊടുക്കണം. കാരണം നിയറർ ടു VP ഡി എന്നോ സി എന്നോ ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ സെയിം ആയിരിക്കും. ബട്ട് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡി മുകളിലായിട്ട് സി താഴെ കാണുന്ന രീതിയിലാണ്. അതായത് താഴെ കാണുന്ന എക്സ് ലൈൻ നിയറായിട്ട് സി എടുക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ആ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് എക്സ് ലൈൻ വരയ്ക്കുക. 50 mm മുകളിൽ ആൻഡ് 45 mm ബിലോ ആയിട്ട് ഡി ഡാഷിൻ്റെയും ഡിയുടെയും ലോക്കസ് വരയ്ക്കുക. 50 mm മുകളിലായിട്ട് ഡി ഡാഷ് ലൊക്കേറ്റ് ചെയ്യുക, തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. ഈ പോയിൻ്റാണ് ഡി ഡാഷ്. ഡി ഡാഷിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഇതിലായിരിക്കും D2 ഡാഷ് വരുന്നത്. 45 mm ബിലോ ആയിട്ട് ടോപ്പ് വ്യൂ ഓഫ് പോയിൻ്റ് ഡി ലൊക്കേറ്റ് ചെയ്യുക. ഡിയിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് HP 45 ഡിഗ്രി ആൻഡ് ട്രൂ ലെങ്ത് 65. ഓക്കെ, അപ്പം നമുക്ക് ഡി ഡാഷ് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് സി ഡാഷ് എടുക്കാം. ബട്ട് സ്പേസ് ഒരു പ്രശ്നം വരും. അല്ലെങ്കിൽ സി ഡാഷ് താഴോട്ടേക്ക് എടുക്കാം, കാരണം 65 mm ലോങ് ലൈൻ മാത്രമാണ് ട്രൂ ലെങ്ത്. അപ്പോൾ അതുകൊണ്ട് എക്സ് ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏതാണ് മുകളിൽ ഏതാണ് താഴെയൊന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 45 ഡിഗ്രി ഈ ഡയറക്ഷനിലോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. 65 mm ലെങ്ത്ത് 65, 45 ഡിഗ്രി. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് C1 ഡാഷ്. കാരണം നമ്മളിവിടെ ഡി ഡാഷിനെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ C1 ഡാഷ് ആണ് ഇവിടെ കിട്ടുക. അതിലൂടെ ലോക്കസ് ലൈൻ വരയ്ക്കുക. ഈ പോയിൻ്റാണ് C1 ഡാഷ്. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ലെങ്ത് 65 ആണ്. ഓക്കെ, നമുക്ക് C1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ഡിയിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാൻ വേണ്ടി ജനറൽ ഫിഗർ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക്
DC2 കാണാൻ പറ്റും, കാരണം നമ്മളിവിടെ D ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ AB2 കാണുന്ന പോലെ DC2 കാണാൻ പറ്റും. അങ്ങനെ DC2 കാണുമ്പോൾ നമുക്ക് താഴോട്ടേക്ക് എടുക്കാം, മുകളിലോട്ടേക്ക് എടുക്കാം. നമ്മൾ സ്പേസിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചതും D ഫിക്സ് ചെയ്ത് C താഴെ എടുക്കുക എന്നുള്ളത് ആയതുകൊണ്ടും നമ്മൾ മുകളിലോട്ടേക്ക് 30 ഡിഗ്രി എടുക്കുന്നു, 65 ആവില്ല. ഈ പോയിൻ്റാണ് C2. C2യിലൂടെ സിയുടെ ലോക്കസ് വരയ്ക്കുക. C2 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ C2 ഡാഷ് കിട്ടും. അതായത് B2 കിട്ടിക്കഴിഞ്ഞാൽ B2 ഡാഷ് നമുക്ക് A ഡാഷിലാണ് കിട്ടുന്നത്. അപ്പോൾ എക്ക് പകരം നമുക്കിവിടെ D ആണ് വരുന്നത്, ബിക്ക് പകരം C ആണ് വരുന്നത്. അതുകൊണ്ട് C2 ഡാഷ് ഇവിടെ കിട്ടും. ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ജനറൽ ഫിഗർ എടുത്ത് നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫിഗർ എടുത്ത് നോക്കുക. ഈ പോയിൻ്റാണ് C2 ഡാഷ്. C1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ C1. അപ്പോൾ C കിട്ടാൻ വേണ്ടിയിട്ട് DCനെ ആർക്ക് റൊട്ടേറ്റ് ചെയ്യുക സിയുടെ ലോക്കസിലേക്ക്, അതായത് ഇതിലേക്ക്. C1 റേഡിയസിൽ ഇതിലേക്ക് ആർക്ക് വരയ്ക്കുക. ഈ പോയിൻ്റാണ് C. DC തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. C കിട്ടിക്കഴിഞ്ഞാൽ C ഡാഷ് C1 ഡാഷിൻ്റെ ലോക്കസിൽ ഇവിടെ കിട്ടും. ഈ പോയിൻ്റാണ് C ഡാഷ്. C ഡാഷ് D ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇതിലെല്ലാം തിൻ ലൈനാണുള്ളത്. C2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ C ഡാഷ് കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് D ഡാഷ് C2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് സെയിം പോയിന്റിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ട്രേസ് ലൊക്കേറ്റ് ചെയ്യണം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D ഡാഷ് C ഡാഷിനെയും DCനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ട്രേസ് വളരെ അടുത്തായിട്ടാണ് കിട്ടുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. C ഡാഷ് D ഡാഷിന് കിട്ടിയ ഈ പോയിൻ്റ് H ഡാഷ് CD നെക്സ്റ്റ് ചെയ്ത് കിട്ടിയ ഈ പോയിൻ്റ് V. എക്സ്റ്റെൻഡ് ചെയ്ത ലൈന് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം. H ഡാഷ് ഇവിടെയാണെങ്കിൽ H ഈ ലൈനിലൂടെ കിട്ടും. ഇപ്പോൾ ട്രേസ് കിട്ടിയത് എനിക്ക് V ഇവിടെയാണ്, V ഡാഷ് D ഡാഷ് C ഡാഷിൽ ഈ പോയിൻ്റ് ഇവിടെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഡയമെൻഷൻ ചെയ്യണം. ഗിവൺ ഡാറ്റാസ് ഡയമെൻഷൻ ചെയ്യുക, അതേപോലെ ആൻസർ എടുത്ത് എഴുതുക. എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 56 ആണ്. അത് ആൻസർ എടുത്ത് എഴുതാമെന്ന് കുറിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.